ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ജുവാന ആൻഡ് ജുവൽ. ഇന്ന് എനിക്ക് ഓഫാണ്, അപ്പോൾ നമുക്ക് ബിരിയാണി ഉണ്ടാക്കാം. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങൾ എന്താണെന്ന് നോക്കാം. കമോൺ. അപ്പോൾ നമുക്കതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. പച്ചമുളക്, അതുപോലെ വെളുത്തുള്ളി പീൽ ചെയ്ത് വെച്ചിട്ടുണ്ട്, കറിവേപ്പില, ഇഞ്ചി, പിന്നെ നമുക്ക് വേണ്ടത് ആണെങ്കിൽ സവോള എല്ലാം നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. സവോള ചെറിയ ചെറിയ സവോളയായിട്ട് കിട്ടിയിരിക്കണേ. പിന്നെ നമുക്ക് വേണ്ടത് മല്ലിയില, പിന്നെ പുതിനയിലയുടെ കുറച്ച് ബാക്കിയിരിക്കണ്ടായിരുന്നു, അപ്പോൾ അതും കൂടി എടുത്തു. നല്ല ഫ്രഷ് മല്ലിയിലയാണ്. പിന്നെ നമുക്ക് വേണ്ടത് 2 നല്ല പഴുത്ത തക്കാളിയാണ് വേണ്ടത്. എന്നിട്ട് അത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയിട്ട് എങ്ങനെ വേണമെങ്കിലും എടുക്കാം, നമുക്ക് പുഴുങ്ങിയിട്ടെടുക്കാം. ഞാൻ പച്ചയ്ക്ക് എടുത്തിരിക്കുന്നത്. പിന്നെ ചിക്കൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിക്കൻ ഇതുപോലെ ബിരിയാണിക്ക് വേണ്ടിയിട്ട് കുറച്ച് വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയാണ് നമുക്കിതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇനി ഇതെല്ലാം നമുക്ക് ചോപ്പ് ചെയ്തിട്ട് വേണം അടുത്ത പരിപാടിയിലേക്ക് കടക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്ക് ചോപ്പ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, തക്കാളി, അതുപോലെ തന്നെ മല്ലിച്ചപ്പ്, സവോള, ഇത്രയും ഇവിടെ നന്നായിട്ട് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി പ്രിപ്പറേഷനിലേക്ക് കിടക്കാം. അപ്പോൾ പാത്രം അടുപ്പത്ത് വെച്ച് ഒരു ചെറിയ ഉരുളിയാണ് വെച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ഒഴിച്ചു. വെളിച്ചെണ്ണ നന്നായിട്ട് ചൂടായി കഴിഞ്ഞാൽ കടുക് വറുക്കുക. കടുക് വറുത്ത് കഴിഞ്ഞാൽ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, പച്ചമുളക്, ഇഞ്ചി നന്നായിട്ട് ലെൻസിലേക്ക് ആവി അടിച്ച് കഴിയും. ഇതെല്ലാം നന്നായിട്ട് വെത്ത് കഴിയുമ്പോൾ കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കുക. അതിൻ്റെ ഫ്രഷ്നെസ് പോകാതിരിക്കാൻ വേണ്ടിയാണ്. ഇതെല്ലാം നന്നായിട്ട് മൂത്ത് കഴിഞ്ഞാൽ പിന്നെ ഇടേണ്ടത് സവോളയാണ്. സവോള നമ്മൾ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിൻ്റെ കൂടെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്താൽ സവോള പെട്ടെന്ന് തന്നെ നമുക്ക് വഴണ്ടി കിട്ടും. അപ്പോൾ കുറച്ചൊന്നായിട്ടുണ്ട്. കുറച്ച് നേരം കൂടി നമുക്കൊന്ന് ഇതുപോലെ തന്നെ ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ സവോള നന്നായിട്ട് മുരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്തേക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ആഡ് ചെയ്യുന്നത് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഗരം മസാല, മല്ലിപ്പൊടി. നമ്മളിത് ചിക്കൻ മസാല ഒന്നും ആഡ് ചെയ്യുന്നില്ല. ഇതാണ് നമ്മുടെ ഒരു കൂട്ട്. അപ്പോൾ നമ്മൾ പൊടി നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇട്ട് കഴിഞ്ഞാൽ ചെറിയ തീയിലേക്കിട്ട് മിക്സ് ചെയ്യുക. പൊടികളെല്ലാം വഴണ്ടി വന്നിട്ടുണ്ട്. പൊടി നന്നായിട്ട് മൂത്ത് കരിഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ സൈഡിലേക്ക് അരപ്പെല്ലാം മാറ്റി വെച്ചിട്ട് തക്കാളി ഇട്ട് കൊടുക്കുകയാണ് നടുക്കോട്ട്. തക്കാളിയും കൂടി വഴണ്ടിട്ട് വേണം നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം. അപ്പോൾ തക്കാളി പെട്ടെന്ന് വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നടുക്കത്തെ മസാല എല്ലാം മാറ്റി വെച്ചിരിക്കുന്നത്. എന്നിട്ട് ആ തക്കാളിയുടെ മുകളിലേക്ക് മസാല എല്ലാം പൊത്തി വെച്ചു. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തക്കാളി വെന്ത് ഉടഞ്ഞ് കിട്ടും അതിൻ്റെ മുകളിലേക്ക്. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ തക്കാളി നന്നായിട്ട് വെന്ത് ഉടഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ചിക്കൻ്റെ പീസ് ഓരോന്നായിട്ട് എടുത്തിടുക. മൊത്തത്തോടെ ഇട്ടിട്ടുണ്ടെങ്കിൽ അതിനകത്തുള്ള വെള്ളം എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചാടും. അപ്പോൾ നമ്മളെല്ലാം ചിക്കൻ പീസും എല്ലാം അതിനകത്തേക്ക് പറക്കി ഇട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഈ ഗ്രേവി എല്ലാം ഈ ചിക്കനിൽ ഒന്ന് പിടിക്കാത്ത രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇനി നമ്മൾ ഇത് കുറച്ച് വെള്ളം ഒഴിക്കണം. നമ്മൾ വെള്ളം ഒഴിക്കുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നല്ല തിളച്ച വെള്ളം തന്നെ ഒഴിക്കുക. പച്ചവെള്ളം ഒഴിക്കരുത് ഒരിക്കലും. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് ആ ചിക്കനും ഒഴിച്ച വെള്ളവും ഗ്രേവിയും എല്ലാം ഒന്ന് മിക്സാക്കി കൊടുക്കുക. അതിനകത്ത് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് എല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇനി നമുക്ക് ചിക്കൻ വേവിക്കാൻ വയ്ക്കാം. ചിക്കൻ ഏകദേശം ഒരു 5 മിനിറ്റായി. ചിക്കനിൽ നിന്നുള്ള വെള്ളം കൂടി കുറച്ച് ഇറങ്ങിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. ചിക്കൻ വെന്തിട്ടുണ്ട്. പക്ഷേ വെള്ളം കുറച്ചുണ്ട്. കണ്ടോ, ചിക്കൻ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ചിക്കൻ എല്ലിൽ നിന്നെല്ലാം വിട്ടു. ഇതാണ് ചിക്കൻ വേവാനുള്ള സൈന്. ചിക്കൻ എല്ലിൽ നിന്നെല്ലാം നന്നായിട്ട് വിട്ടിട്ടുണ്ട്. അപ്പോൾ നന്നായിട്ട് വെന്തിട്ടുണ്ട് ചിക്കൻ. പക്ഷേ കുറച്ച് വെള്ളം കൂടി ഉണ്ട്. അപ്പോൾ കുറച്ച് നേരം കൂടി ഒന്ന് കിടന്ന് തിളക്കട്ടെ നന്നായിട്ട്. അപ്പോൾ പാകമായിട്ടുണ്ട്. നമ്മളിപ്പോൾ അരിഞ്ഞ് വെച്ചിരുന്ന മല്ലിച്ചപ്പും കൂടി അതിൻ്റെ മുകളിലേക്ക് ഇട്ടിട്ട് തീ ഓഫ് ചെയ്ത് അടച്ച് വയ്ക്കാം. നമ്മുടെ ചിക്കൻ കറി സെറ്റായിട്ടുണ്ട്. നമ്മൾ റൈസ് ഉണ്ടാക്കാനായിട്ട് കൈമ ഗോൾഡിൻ്റെ ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത്. ഇതിനകത്ത് നമുക്ക് സിപ്പ് ലോക്ക് ഉള്ളത് കാരണം അതിൻ്റെ ഫ്രഷ്നെസ് നമ്മൾ ഓപ്പൺ ചെയ്താലും പോവില്ല കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ നേരത്തെ ഓപ്പൺ ചെയ്ത പാക്കറ്റായിരുന്നു. അപ്പോൾ ഈ ഒരു ഗ്ലാസ്സിലാണ് നമ്മൾ അളന്നെടുക്കണം. നമ്മുടെ അരി അളന്നെടുത്തിട്ടുണ്ട്. ജുവലാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ അവളുടെ കയ്യിലേക്ക് അരി ഇടാൻ പറഞ്ഞിട്ട് ഞാൻ അവളുടെ കയ്യിലേക്ക് ഇട്ടു. ഇതാണ് നമ്മുടെ കൈമ റൈസിൻ്റെ ഒരു വ്യൂ. അപ്പോൾ നമ്മൾ അരി എടുത്തിട്ടുണ്ട്. അരി കഴുകി വാരി വെള്ളം പോകാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. വെള്ളം എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്ത് ഒട്ടും നമ്മുടെ അളവ് തെറ്റില്ല. അപ്പോൾ അതിൻ്റെ കൂടെ ഇടുന്ന നമ്മുടെ ഹെർബ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുരുമുളക്, പിന്നെ ഒരു 4-5 ഏലക്കായ, ഗ്രാമ്പു, ഒരു തിപ്പലി, പിന്നെ ബേ ലീവ്സ്, പെരിഞ്ജീരകം, നമ്മുടെ
കുറച്ച് ജാതിപത്രി, കറുകപ്പട്ട. ഇത്രയാണ് നമ്മൾ ഹെർബ്സായിട്ട് നമ്മുടെ ബിരിയാണി കൂട്ടിലെ ഹെർബ്സ്. പിന്നെ നമ്മൾ അരി അളന്ന അതേ ഗ്ലാസ്സിൽ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിൽ അളന്ന് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് വേണ്ടത് ഒരു നാരങ്ങയും പിന്നെ കുറച്ച് നെയ്യും. RKGയുടെ നെയ്യാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ അത് നമുക്ക് അരി പശ പിടിക്കാണ്ട് പറ്റി പിടിക്കാതെ നല്ല ക്ലിയറായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമ്മുടെ റൈസ് വെന്തിട്ടുണ്ട്, ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട്, ദം ചെയ്യാനുള്ള പാത്രം റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അരി ഞങ്ങൾ കുക്കറിലാണ് വേവിച്ചിരിക്കുന്നത്. പിന്നെ കാഷ്നട്ടും ഒണിയനും വെച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവർക്കും ഗൈസ് ഒരുമിച്ച് ചിക്കനും റൈസും ഒരുമിച്ചിട്ട് വേവിക്കുന്നതിനോട് താല്പര്യമില്ല. അപ്പം നമ്മളെപ്പോഴും റൈസും ചിക്കനും സെപ്പറേറ്റ് ഉണ്ടാക്കിയിട്ട് ദം ചെയ്യാണ്. 1 ലെയർ റൈസ്, 1 ലെയർ ചിക്കൻ കറി. അങ്ങനെയാണ് നമ്മളെപ്പോഴും ഇവിടെ ബിരിയാണി ഉണ്ടാക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ലെയർ കംപ്ലീറ്റ് ആക്കി ഫില്ല് ചെയ്തു. സെക്കൻഡ് ലെയർ ചിക്കനും കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മുകളിൽ നമ്മൾ ലാസ്റ്റ് ലെയർ റൈസ് ഇട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എങ്ങനെയാണോ ഗൈസ്, എല്ലാവരും ഇങ്ങനെയാണോ ഉണ്ടാക്കുന്നത്? അല്ലാതെ എനിക്കറിയാം കുറേ പേരൊക്കെ ദം ചെയ്യാറുണ്ട് അല്ലാതെ തന്നെ. പിന്നെ ഇതിൻ്റെ മുകളിൽ ഗാർണിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓണിയൻ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്, കാഷ്നട്ട്, കിസ്മിസ്. ഈ ഓണിയൻ ചെയ്യുമ്പോൾ നമ്മൾ കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ക്രിസ്പിനെസ് പോവില്ല എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ പ്രാവശ്യം അതൊന്ന് ട്രൈ ചെയ്തിട്ടുണ്ട്. കുഴപ്പമില്ല, ക്രിസ്പി ആയിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ മേലിലത്തെ ചെയ്ത് ലെയർ ഫില്ല് ചെയ്തിട്ടുണ്ട് റൈസ് ഇട്ട്. അത് ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. കാഷ്നട്ടും റേസിൻസും ഓണിയൻ ഫ്രൈയും കൂടി നമ്മൾ ഗാർണിഷ് ചെയ്ത് കൊടുക്കുകയാണ്. ഞാൻ വറുത്ത് വെച്ചിട്ട് കുറച്ച് നേരമായി. ഇപ്പോഴും നല്ല ക്രിസ്പി ആയിട്ട് തന്നെയാണ് ഇരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കും ഇത് ഫോളോ ചെയ്യാത്തവരാണെങ്കിൽ ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്ത് നോക്കൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഗാർണിഷിങ് എല്ലാം കഴിഞ്ഞ് നമ്മളിനി ദം ചെയ്യാൻ പോവാണ് ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമുക്കിനി പപ്പടം വറക്കാനുള്ള പരിപാടി നോക്കാം. ബിരിയാണിയുടെ കൂടെ പപ്പടം എല്ലാവർക്കും ഫേവറേറ്റാണ്. പപ്പടം ഇല്ലെങ്കിൽ ആർക്കും മനസ്സ് തെളിയില്ല. അപ്പോൾ നമ്മുടെ പപ്പടം റെഡി ആയിട്ടുണ്ട്. നമുക്കപ്പോൾ ഇനി സാലഡ് ഉണ്ടാക്കാം. അതിന് നമുക്ക് വേണ്ടത് ഓണിയൻ, പിന്നെ ജിഞ്ചർ, ഗ്രീൻ ചില്ലി, കറിവേപ്പില, പിന്നെ കുറച്ച് മല്ലിച്ചപ്പ്, പിന്നെ തൈര്. നമുക്കിവിടെ കട്ടത്തൈര് ഇങ്ങനെ വാങ്ങിക്കുകയാണ്. ഇതെല്ലാം നമുക്ക് നല്ല ചെറുതായിട്ട് അരിയാം. പച്ചമുളകും ഇഞ്ചിയും സവോള നീളത്തിൽ അരിഞ്ഞിട്ട് നല്ല ഉപ്പിട്ട് ഞരടി പിഴിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. എന്നാലാണ് നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവാൻ. അപ്പോൾ ഞാൻ തൈരും കട്ട കളഞ്ഞ് ഉടച്ച് വെച്ചിട്ടുണ്ട്. നല്ല വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഉടച്ച് വെച്ചിരിക്കുന്നതാണ്. അപ്പോൾ നമുക്കിനി ഇതെല്ലാം കൂടി ഒരു പാത്രത്തിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത് സാലഡാക്കാം. ആദ്യം നമുക്ക് സവോള ഇടാം. പിന്നെ അതിൻ്റെ കൂടെ തന്നെ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി ഇതെല്ലാം കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. നന്നായിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് അതിനകത്തേക്ക് തൈര് ഒഴിക്കുക. ആ തൈര് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് അതിന് ഉപ്പ് കറക്റ്റാണോ എന്ന് നോക്കുക. കാരണം നമ്മൾ സവോളയിൽ ഉപ്പിട്ടുണ്ടായിരുന്നു. എനിക്ക് കുറച്ച് ഉപ്പ് കുറവാണ്. അപ്പോൾ എനിക്ക് ജുവൽ കുറച്ച് ഉപ്പിട്ട് തന്നു. അതിൻ്റെ കൂടെ കുറച്ച് ഫ്രഷ് ആയിട്ടുള്ള കറിവേപ്പില കൂടി ഇട്ടു. നന്നായിട്ട് മിക്സ് ചെയ്തു. സലാഡ് റെഡി. അപ്പോൾ നമ്മുടെ ബിരിയാണി എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മൾ ദമ്മെല്ലാം മാറ്റി. ഇതാണ് ഞങ്ങളുടെ ബിരിയാണി ഔട്ടർ പിക്ചർ. അപ്പം നമുക്ക് പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യാം. പിള്ളേരെല്ലാം സ്കൂൾ വിട്ട് വന്നിട്ടുണ്ട്. എനിക്കിന്ന് ഓഫായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു ഓഫ് ഡേ തട്ടിക്കൂട്ട് ബിരിയാണിയാണിത്. ഇതാണ് ഞങ്ങളുടെ ബിരിയാണിയുടെ ഔട്ടർ ലുക്ക്. ദോഷം പറയുന്നത് നല്ല ടേസ്റ്റ് ഉണ്ട്. നല്ല ഗ്രേവി ആയിരിക്കില്ല, നല്ല മിക്സ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളുണ്ടാക്കിയ സാലഡ്, പപ്പടം, അപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. അപ്പം ഇന്ന് ഓഫായത് കാരണം ഒരു തട്ടിക്കൂട്ട് ബിരിയാണി ഉണ്ടാക്കിയതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എല്ലാവരും ബിരിയാണിയൊക്കെ നന്നായിട്ട് ഉണ്ടാക്കി കഴിക്കുക. അപ്പോൾ ഞങ്ങളുടെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ഞങ്ങളുടെ ചാനൽ മറക്കാതെ കാണുക. ജുവാന ആൻഡ് ജുവൽ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോസ് കാണുക, ലൈക്ക് ചെയ്യുക, ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പോൾ ഞങ്ങളുടെ എല്ലാ വീഡിയോസും നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത ഞങ്ങളുടെ എല്ലാ ഓഡിയൻസിനും താങ്ക് യു സോ മച്ച്. ബൈ ബൈ. എൻജോയ് യുവർ ലഞ്ച്. Subscribe our channel.